കൂടുതൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാടൻ കറിയായ ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 250 ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ചെറുതായിട്ട് അരിയണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം. അതല്ല ചെറിയ ഉള്ളി അരിയുക വേണ്ടെങ്കിൽ മുഴുവനായിട്ട് ഇടുന്നത് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 250 ഗ്രാം വെയിറ്റ് പറഞ്ഞത്. അളവ് കപ്പിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 കപ്പിനോട് അടുത്തുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അങ്ങനെ മീഡിയം സൈസ് വലിപ്പമുള്ള ഒരു തേങ്ങയുടെ 3/4 ഭാഗത്തോളം തിരുമ്മി എടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പിലാണെങ്കിൽ 2 കപ്പ് തേങ്ങയുണ്ട്. അതുപോലെ തീയലിനൊക്കെ തേങ്ങ എടുക്കുമ്പോൾ ഒരുപാടങ്ങ് പച്ചത്തേങ്ങ എടുക്കണ്ട. കുറച്ച് നല്ലതായിട്ട് വിളഞ്ഞ മൂത്ത തേങ്ങ ഉണ്ടല്ലോ, അത് എടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. പിഞ്ച് തേങ്ങയൊന്നും എടുക്കരുത്. അപ്പോൾ ഈ തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടി ഞാൻ 4 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലെറിഞ്ഞിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ 5 വറ്റൽമുളകും വേണം. അതും നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. പിന്നെ 4 പച്ചമുളക് വേണം. അത് നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വാളൻപുളി വേണം. ഒരു നെല്ലിക്ക സൈസ് വലിപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനിട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. 2 നുള്ള് മഞ്ഞൾപ്പൊടി, 2 നുള്ള് ഉലുവാപ്പൊടി, ഒരു തണ്ട് കറിവേപ്പിലങ്ങൾ വേണം. ആദ്യമേ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും ഒഴിക്കാതെ വേണം വറുത്തെടുക്കാൻ. അതുപോലെ അടുക്കി പിടിക്കാത്ത പാത്രമൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ തേങ്ങയൊക്കെ തിരുമ്മി എടുക്കുമ്പോൾ ഒരുപോലെ വേണം തിരുമാൻ. ഈ സൈസ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപോലെ മൂത്ത് കിട്ടത്തില്ല. പിന്നെ ഞാൻ ഈ 3/4 തേങ്ങ തിരുമ്മിയെന്ന് പറഞ്ഞത് ഒരു മുറി മുഴുവനും പിന്നെ മറ്റേ മുറിയുടെ പകുതി ഭാഗവും അങ്ങനെ തിരുമ്മി എടുത്തേക്കുന്നത്. 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. ഇപ്പോൾ ഈ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുന്നുണ്ട്. ഒരു 3-4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് മുളകും ഇട്ട് കൊടുക്കാം. ഈ മുളക് ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മുളകിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മുഴുവൻ മല്ലി ഇടാം, മല്ലിപ്പൊടി എടുക്കാതെ. അതുണ്ടെങ്കിൽ അതിട്ടാലും മതി. അങ്ങനെയാണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. ഒരുപാട് മല്ലി എടുക്കണ്ട തീയലിന്. അതുപോലെ ഈ മുളകും മല്ലിയും അല്ല ചേർക്കുന്നെങ്കിൽ പൊടിയും ചേർക്കാം. ഞാൻ നേരത്തെ 3-4 തീയൽ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. 4 ടൈപ്പ് തീയൽ ഇട്ടിട്ടുണ്ട്. മുട്ടത്തീയലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ തേങ്ങയൊക്കെ ഒരു മഞ്ഞ നിറമൊക്കെ ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ. ഈ തേങ്ങ ഒരുപോലെ മൂത്ത് വരണം. കരിഞ്ഞൊന്നും പോവാതെ വേണം എടുക്കും. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ പൊടികളെല്ലാം ഒന്നിച്ചെടുത്ത് വെക്കണം. ഓരോന്നും ഇട്ട് കൊടുക്കാനായിട്ട് നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ ഈ മുളകിന് പകരം മുളക് പൊടിയാണ് ചേർക്കുന്നെങ്കിൽ ഈ സമയത്ത് മുളക് പൊടി കിടന്ന് ചേർത്താൽ മതി. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ മുളക് എടുക്കണ്ട. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ നടക്കണം. ഈ പൊടികളുടെ പച്ചമണം പോവുകയും വേണം. ഈ തേങ്ങ കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളർ വരണം. പക്ഷേ കരിഞ്ഞു പോകരുത്. കൈ എടുക്കാതെ വേണം നിങ്ങൾ ഈ തീയലിന് വറുത്തെടുക്കാൻ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഈ തേങ്ങയൊക്കെ കണ്ടില്ല, എല്ലാം ഒരുപോലെ മൂത്തിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ കനം കുറച്ച് തന്നെ അരിയണം. നല്ലൊരു ഡാർക്ക് കളർ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഒരു സകല നേരം കൂടെ നടക്കണം. ഇല്ലെങ്കിൽ ഈ ചൂടിൽ കിടന്ന് ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ തീയൽ കഴിക്കും. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ആറി കഴിഞ്ഞിട്ട് അരച്ചെടുക്കണം. മുഴുവനും ആറണ്ട, ഒരു ലൈറ്റായിട്ട് ചൂടിരിക്കുമ്പോൾ അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഈ ജാറിൽ വെള്ളമയോ ഒന്നും കാണരുത്. ഇത് വെള്ളം ഒട്ടും ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ. നമ്മൾ ഈ തേങ്ങ വറുക്കുമ്പോൾ ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങിയേക്കും. അങ്ങനെ ഇത് നല്ലതായിട്ട് അരഞ്ഞു കിട്ടും. അതുപോലെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തേക്കുന്നത്. ആ തേങ്ങയുടെ ഓയിൽ ഇറങ്ങിയത് ഇങ്ങനെ അരഞ്ഞേക്കുന്നത്. പിന്നെ ഒരു പാൻ വെച്ചിട്ട് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതി. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വറ്റൽമുളക്, ഇപ്പോൾ മുളകൊക്കെ ഇവിടെ മൂത്തിട്ടുണ്ട്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒരുപാട് വഴറ്റണ്ട, ഒരു ശകല നേരം ഒന്ന് വഴറ്റിയാൽ മതി. നിറം മാറുകയോ ഒന്നും ചെയ്യണ്ട. ഇത് നിങ്ങൾക്ക് ഈ ഉള്ളി ഇങ്ങനെ വഴറ്റാതെ വേണമെങ്കിലും തീയലുണ്ടാക്കാം. ഈ പച്ചമുളക് ഉള്ളിയും കൂടെ ഒരു 1-1.5 കപ്പ് വെള്ളത്തിൽ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. നിറം ഒന്നും മാറാൻ തുടങ്ങിയിട്ടില്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ളൂ. ഇത്രയും മതി. ഇനി ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്.
ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താലും മതി, പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഈ ശകലം കിടക്കുന്നു വന്നാൽ മതി. ഒരു 12-13 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലോട്ട് പുളി ചേർത്ത് കൊടുക്കണം. തീയലിന് പുളി ഒരുപാട് ചേർക്കണ്ട, പാകത്തിന് ചേർക്കാവൂ. പുളി ഇങ്ങനെ മുന്നിട്ടൊന്നും നിൽക്കരുത്. പുളി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്നതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഇത് കുറുകിയിരിക്കുന്നത്, പക്ഷേ ഇനി കുറച്ചും കൂടെ ഉള്ളി വേവാനുണ്ട്. ഈ പുളിയും പിന്നെ ഈ അരപ്പും ഒക്കെ ഈ ഉള്ളിയിലൊന്ന് പിടിക്കണം. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കണം. വെള്ളമാണെങ്കിൽ ഇത്രയും പോരാ, ഇനി ശകലം കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഇതിൽ കിടന്ന് കുറച്ചും കൂടെ വേവണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കണം, അതുപോലെ പുളി നോക്കണം. ശകലം കൂടെ പുളി വേണം, അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയേ ചേർക്കാവൂ. ഓരോ പുളിക്കും പുളി വ്യത്യാസമായിരിക്കുമല്ലോ. ഇതിപ്പോൾ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇത് ഒരു മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് അടച്ചു വെച്ച് ശകലം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലെ തേങ്ങയിൽ നിന്നൊക്കെയുള്ള എണ്ണയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓരോ തേങ്ങയ്ക്കും അനുസരിച്ചും ഈ തീയലിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരാം. ഓയിൽ കുറവുള്ള തേങ്ങയൊക്കെ ആണെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം വരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി. കുറച്ചൊരു കുറുകിയ ചാറോടുകൂടി, ഒരുപാടങ്ങ് ലൂസ് ആവണ്ടേ, എന്നാൽ ഒരുപാടങ്ങ് കട്ടിയാവരുത്. കാരണം ആറുമ്പോഴേ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകും. നമുക്ക് ചോറിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുന്ന രീതിയിൽ എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഉള്ളിയൊക്കെ കണ്ടില്ല, കുറച്ചൊന്ന് വെന്ത് ഉടഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു തീയലാണ് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്.